നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ഞളിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മഞ്ഞൾ ഇല്ലെങ്കിൽ കൃഷി ചെയ്യൂ, അത്രയേറെ ഡിമാൻഡുള്ളതാണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രയേറെ ഗുണങ്ങളുള്ളതാണ്. ദിവസവും 5 ഗ്രാം മതി. കൊളസ്ട്രോൾ കുറയ്ക്കും, രക്തം ശുദ്ധീകരിക്കും. ഇതിൽ വീട്ടിൽ കൃഷി ചെയ്താൽ 100 കൂട്ടം ഉപയോഗങ്ങളാണ് ഉള്ളത്. പുരാതന കാലം മുതൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ആഹാരവും ഔഷധവുമാണ് മഞ്ഞൾ. വിഷഹരം കൂടിയായ മഞ്ഞളിന് സൗന്ദര്യവർദ്ധക ഗുണങ്ങളുമുണ്ട്. പല ആചാരാനുഷ്ഠാനങ്ങളിലും അവശ്യ ഘടകവുമാണ്. പല ആയുർവേദ ഔഷധങ്ങളുടെയും നിർമ്മാണത്തിന് പച്ചയ്ക്കും ഉണക്കിയും ഉപയോഗിക്കുന്നു. ശരീര സൗന്ദര്യത്തിനുള്ള ഓയിൽമെൻറ്റുകൾ, തൈലങ്ങൾ, ക്രീമുകൾ, സോപ്പുകൾ എന്നിവയ്ക്ക് പുറമെ ജ്യൂസുകളുടെയും വ്യാവസായിക ഉൽപ്പാദനത്തിൽ മഞ്ഞൾ ചേരുവയാണ്. സിബിബെറേസിയ കുടുംബത്തിൽപ്പെടുന്ന മഞ്ഞളിൻ്റെ ശാസ്ത്രനാമം കുർക്കുമലോയിഡ് എന്ന ദ്രവ്യത്തിൻ്റെ സാന്നിധ്യമാണ് മഞ്ഞളിന് മഞ്ഞ നിറം നൽകുന്നത്. കുർക്കുമിൻ, കുർക്കുമിതോൺ, കുർക്കോൺബി, സിറ്റോസ്റ്റിറോൾ, കാംഫർ എന്നീ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. കുർക്കുമിൻ ശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഔഷധ ഗുണങ്ങൾ: നീരുവീക്കവും കുറയ്ക്കുന്നു, അണുനാശശക്തിയുണ്ട്, പ്രമേഹം, അലർജികൾ, ത്വഗ് രോഗങ്ങൾ, അൽസഹൈമേഴ്സ്, സന്ധിവാതം തുടങ്ങിയവയ്ക്ക് മഞ്ഞൾ ഔഷധമാണ്. മാനസിക ഉന്മേഷം നൽകാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കഴിവുണ്ട്. അർബുദ കോശങ്ങളെ നശിപ്പിക്കാനും അത്തരം മുഴകളിലേക്ക് രക്തപ്രവാഹം കുറയ്ക്കാനും രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് ക്രമപ്പെടുത്താനും മഞ്ഞളിന് സാധിക്കുമെന്ന് ഗവേഷണങ്ങളിൽ കാണുന്നു. ഹൃദയത്തെ സംരക്ഷിക്കാനും നല്ല കൊളസ്ട്രോളായ HDLൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ചീത്ത കൊളസ്ട്രോളായ LDL അളവ് കുറയ്ക്കാനും കഴിയും. കുടൽ രോഗങ്ങൾക്കും പ്രതിവിധിയത്രേ. ജലദോഷത്തിനും തൊണ്ടവേദനയ്ക്കും മഞ്ഞൾ ഉപയോഗിക്കാം. രക്തം ശുദ്ധീകരിക്കുന്നതിനും കഴിവുണ്ട്. ജൈവ കീടനാശിനിയായി പണ്ടേ ഉപയോഗിച്ചു വരുന്നു. ഔഷധ ഉപയോഗങ്ങൾ: ചുമയ്ക്ക് മഞ്ഞൾപ്പൊടി 1 നുള്ളെടുത്ത് ചൂടുള്ള പാലിൽ ചേർത്ത് ദിവസവും കഴിക്കുക. അലർജി മൂലം കണ്ണ് ചുവക്കുന്നതിനും ഇത് പ്രതിവിധിയാണ്. ത്വഗ് രോഗമുള്ളിടത്ത് മഞ്ഞൾപ്പൊടിയും മരോട്ടിക്കുരുവും ചേർത്ത് അരച്ച് ഗോമൂത്രത്തിൽ ചാലിച്ച് പുരട്ടുക. പച്ചമഞ്ഞളും തുളസിയിലയും ആര്യവേപ്പിൻ തളിരും ചേർത്ത് അരച്ച് പുരട്ടുന്നതും ഫലപ്രദം. സോറിയാസിസിനെതിരെ മഞ്ഞളിൽ നിന്നുണ്ടാക്കുന്ന കുർക്കുമീൻ ക്രീം പുരട്ടുന്നതും നന്ന്. മുഖക്കുരു മാറുന്നതിനായി പച്ചമഞ്ഞൾ വേപ്പെണ്ണയിൽ അരച്ച് ലേപനം ചെയ്യുന്നതും പച്ചമഞ്ഞൾ തുളസിനീരും റോസാപ്പൂവും ചേർത്തരച്ച് ലേപനം ചെയ്യുന്നതും ഗുണം ചെയ്യും. നെല്ലിക്ക നീരിൽ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വീതം ദിവസവും ചേർത്ത് കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ ഉപകരിക്കുമത്രേ. കൃമിശല്യത്തിനും പച്ചമഞ്ഞളിൻ്റെ നീര് ദിവസവും കഴിക്കുക. ഉള്ളിയും മഞ്ഞളും ചേർത്തരച്ച് പുരട്ടിയാൽ പൊള്ളൽ മാറും. മഞ്ഞൾപ്പൊടി തേൻ ചേർത്ത് കഴിച്ചാൽ തൊണ്ടവേദനയും ചൊറിച്ചിലും മാറും. മഞ്ഞൾപ്പൊടി നാരങ്ങാ നീരിൽ ചേർത്ത് പുരട്ടിയാൽ വ്രണം ഭേദമാകും. സൂര്യവർത്തം അഥവാ മൈഗ്രെയിൻ കൊണ്ടുള്ള തലവേദനയ്ക്കും മഞ്ഞളും കായവും സമം ചേർത്തരച്ച് തുണിയിൽ പുരട്ടി തിരിയാക്കി തെരുത്ത് കത്തിച്ച് പുക മൂക്കിലൂടെ വലിച്ചു കയറ്റുക. ഉണക്കമഞ്ഞൾ നല്ലെണ്ണയിട്ട് അരമണിക്കൂറിന് ശേഷം എടുത്ത് ഒരു ഭാഗം കത്തിച്ച് കെടുത്തി പുകയാൻ അനുവദിക്കുക. പുക മൂക്കിലൂടെ വലിച്ചു കയറ്റുക. ഇതും സൂര്യാവർത്തത്തിന് ചികിത്സയാണ്. രക്തത്തിലെ ക്രിയാറ്റിനിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്നതിന് 5 ഗ്രാം വീതം മഞ്ഞൾപ്പൊടി ദിവസവും കഴിക്കുക. 8 വിഷത്തിനെതിരെ മഞ്ഞൾപ്പൊടിയും കളിമണ്ണും ചേർത്ത് പുരട്ടുന്നത് പരമ്പരാഗത ചികിത്സയാണ്. കാച്ചിയ പാലിൽ പച്ചമഞ്ഞൾ നീര് ഒഴിച്ചു കുടിച്ചാൽ ജലദോഷം മാറും. ആര്യവേപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടി അരച്ച് ചെറിയ ഗുളിക രൂപത്തിൽ ദിവസവും അതിരാവിലെ കഴിക്കുക. ദേഹത്ത് ചൊറി, ചിരങ്ങ് എന്നിവ വരാതെ തടയും. കട്ടൻ ചായയിൽ മഞ്ഞൾ നീര് ഒഴിച്ചു കുടിച്ചാൽ അലർജിക്ക് ശമനം. മഞ്ഞൾപ്പൊടി നല്ല വെളിച്ചെണ്ണയിൽ ചാലിച്ച് 3 ദിവസം മഞ്ഞ് കൊള്ളിച്ച് 3 ദിവസം വെയിൽ കൊള്ളിച്ചും എടുത്ത് ദേഹത്ത് പുരട്ടിയാൽ കറുത്ത പാടുകൾ മാറിക്കിട്ടും. കണ്ണുകൾക്ക് താഴെ വരുന്ന പാടുകളിൽ മഞ്ഞളും മോരും ചേർത്തുള്ള മിശ്രിതം പുരട്ടുക. ഒരു പരിധിവരെ മാറിക്കിട്ടും. 1 ടീസ്പൂൺ നറുനെയ്യ് എടുത്ത് ചൂടാക്കി അതിൽ ചേർക്കാവുന്ന അത്ര അളവിൽ ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചേർത്ത് യോജിപ്പിച്ച് അതിരാവിലെ 7 ദിവസം കഴിക്കുക. ചുമ മാറിക്കിട്ടും. അപ്പോൾ അത്രയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. ഇതാണ് ഈ മഞ്ഞളിന് ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം. ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയ പിന്നെ ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.